നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തടവനുഭവിക്കുന്നവർ അകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ജയരാജൻ. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും P. ജയരാജൻ. അടൂരിനെ തള്ളി സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ. അദ്ദേഹത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയെന്നും സ്പീക്കർ. അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് കേരള സഹകരണ മന്ത്രി VN വാസവൻ. അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി. പാനൂർ താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ നിസ്സഹായരായപ്പോൾ ആശുപത്രിക്ക് സ്വന്തം ചിലവിൽ പുതുമോടി നൽകി പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം. വാർത്തകൾ വിശദമായി. തടവ് അനുഭവിക്കുന്നവർ അകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ജയരാജൻ. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും അതാണ് പിണറായി സർക്കാരിന്റെ നയമെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇങ്ങനെ ജയിലിൽ നിന്നും പുറത്തു കോടതിയിൽ ഹാജരായ അവസരത്തിൽ നൽകിയിട്ടുള്ള ചെയ്തിട്ടുള്ള അച്ചടക്ക ലംഘനം സംബന്ധിച്ച് നടപടിയെടുത്തിട്ടുള്ളത്. ഒരു തടവുകാരൻ, അത് X or Y ആരോ ആയിക്കൊള്ളട്ടെ, ഒരു തടവുകാരൻ തടവിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് എസ്കോർട്ട് ഉണ്ടാകും. അപ്പോൾ പോലീസ് എസ്കോർട്ടിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരായിട്ട് നടപടി വന്നു. ആ നടപടി എങ്ങനെയുണ്ടായത്? പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടിയെടുക്കും. അതാണ് പിണറായി സർക്കാരിൻ്റെ നയം. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയെടുത്തത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല. TK രജീഷിന് പരോൾ അനുവദിച്ചത് നിയമാനുസൃതമാണെന്നും P. ജയരാജൻ പറഞ്ഞു. മറ്റാരെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ രജീഷിന് പരോൾ നൽകാതിരിക്കേണ്ട കാര്യമില്ലെന്നും P. ജയരാജൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഒരു കുറ്റം ചെയ്തു, ശിക്ഷിക്കപ്പെട്ടവർക്ക് അവരുടെ ശിക്ഷാകാലയളവ് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള തിരുത്തൽ സമയം കൂടി നൽകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എടുക്കുന്ന നടപടികൾ ആ സ്പിരിറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. ചില പുഴുക്കുത്തുകൾ എവിടെയുണ്ട്? നിങ്ങളെ മാധ്യമപ്രവർത്തകന്മാർക്കിടയിലില്ലേ പുഴുക്കുത്ത്? അടൂരിനെ തള്ളി സ്പീക്കർ. അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് ഉണ്ടായതെന്നും വിഷയത്തിൽ മറ്റു വിവരങ്ങൾ തനിക്ക് അറിയില്ലെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ പറഞ്ഞു. കൊടി-സുനി വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രതികളുടെ മദ്യപാനം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നും കൂട്ടുനിന്നവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. എൻ്റെ ശ്രദ്ധയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ച് കഴിഞ്ഞാണ് എന്താണ് അതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ അതിനൊന്നും തന്നെ എതിർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യം ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ആ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു. മറ്റു വിശദാംശം എനിക്ക് അറിയുന്നതല്ല. ജയിലിനകത്തുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. ജയിലിൻ്റെ പുറത്തുനിന്ന് കഴിച്ചതായി നിങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അപ്പോൾ അതിന് നടപടി ജയിൽ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആരെങ്കിലും ജയിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ജയിൽ വകുപ്പ് കണ്ടു, സർക്കാർ കണ്ടു. അതിനാവശ്യമായ ഡിസിപ്ലിനറി ആക്ഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതല്ലേ ഇതിപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നതല്ലല്ലോ. അതിനെക്കുറിച്ചാണല്ലോ 3 പോലീസുകാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും അച്ചടക്ക ലംഘനങ്ങൾ നടക്കുമ്പം അതിനനുസരിച്ച് ഡിസിപ്ലിനറി ആക്ഷൻ ഫോഴ്സിനകത്തുണ്ടാവും. അത് ഫോഴ്സ് സ്വീകരിച്ചിട്ടുണ്ട്. ജയിലിനകത്തുനിന്ന് മൊബൈൽ ഫോൺ പിടിച്ചതായി എൻ്റെ ശ്രദ്ധയിലില്ല. ജയിലിനകത്ത് നിന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾ മദ്യപിച്ചു എന്നൊരു വിവരം എൻ്റെ ശ്രദ്ധയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കുറ്റം നടത്തുമ്പോൾ അതിന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മറ്റു കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ അത് ആരാണോ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളത് അതിനെതിരായ നടപടി ഇപ്പോൾ ഓൾറെഡി സ്വീകരിച്ചു. അതിന് ആരാണോ കൂട്ടുന്നത് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ദുരുദ്ദേശപരമായി കാണേണ്ടതില്ലെന്ന് മന്ത്രി VN വാസവൻ. സ്ത്രീകളുടെയും SC/ST വിഭാഗത്തിന്റെയും ഉന്നമനം ലക്ഷ്യമിട്ടാണ് സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചതെന്നും അത് തുടരുമെന്നും അക്കാര്യത്തെക്കുറിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റോറിക്ക് അതിൻ്റെ സംവിധാനം അതിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ അംഗീകാരം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് സെന്നിന്
പ്രത്യേകമായ പുരസ്കാരം കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട്, അല്ലെങ്കിൽ ജൂറി എടുത്ത നിലപാട് രാഷ്ട്രീയമായ ഒരു പ്രതികാരബോധത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സിനിമയ്ക്ക് പ്രത്യേക ആദരവ് നൽകി കേരളത്തോട് പകപോക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. യഥാർത്ഥത്തിൽ കേരള സ്റ്റോറിക്കിൻ്റെ അണിയറ ശില്പികൾക്ക് സെന്നിന് വിശേഷിച്ച് പ്രത്യേക പുരസ്കാരം കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അത് നേരത്തെ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ നിരവധി അംഗീകാരം ലഭിക്കേണ്ട എത്രയോ സിനിമകൾ കേരളത്തിൽ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെയാണ് കേരള സ്റ്റോറിയുടെ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് വന്നത്. അത് രാഷ്ട്രീയമായി തന്നെ ജൂറി എടുത്ത കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് പറയേണ്ടി വരുന്നു. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി പ്രതിഷേധാർഹമാണ് എന്ന് സൂചിപ്പിക്കുന്നു. പാനൂർ താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ നിസ്സഹായതയുടെ മുഖംമൂടി അണിഞ്ഞപ്പോൾ സിസ്റ്റം ശരിയാക്കാൻ തന്നാലാവുന്നത് ചെയ്ത് പാനൂർ നഗരസഭാ അധ്യക്ഷൻ കെ.പി. ഹാഷിം. ചുമർ പെയിന്റ് അടിച്ചും ഈർപ്പം തടയാനുള്ള സംവിധാനം ഒരുക്കിയുമാണ് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ചെയർമാൻ ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങിയത്. തന്റെ ഓണറേറിയം എടുത്തും ബാങ്ക് വായ്പയെടുത്തുമാണ് പാനൂർ താലൂക്ക് ആശുപത്രി OP വിഭാഗം കെട്ടിടം, കാഷ്വാലിറ്റി കെട്ടിടം എന്നിവ പെയിന്റിംഗ് നടത്തിയതും ഈർപ്പം തടയാനുള്ള സംവിധാനമൊരുക്കിയും ചെയർമാൻ മനോഹരമാക്കിയത്. ഇളകിക്കിടന്ന് അപകടാവസ്ഥയിലായ ടൈലുകളും മാറ്റി സ്ഥാപിച്ചു. 2 ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവായി. ആശുപത്രി നവീകരണത്തിന് ഫണ്ട് ഉണ്ടെങ്കിലും സാങ്കേതിക തടസ്സം കാരണം ഉപയോഗിക്കാനാവാത്തതിന്റെ നിസ്സഹായാവസ്ഥ കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ പാനൂർ താലൂക്ക് ആശുപത്രി സംരക്ഷിച്ച് അടിസ്ഥാന സൗകര്യമൊരുക്കുമെന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും പിറകോട്ട് പോകില്ലെന്നും ചെയർമാൻ അന്ന് കൗൺസിലിന് നൽകിയ ഉറപ്പ് അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയായിരുന്നു. ആശുപത്രിയുടെ തുടർ നവീകരണ പ്രവർത്തനങ്ങൾ ഫണ്ട് ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കാൻ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നും ഇല്ലെങ്കിൽ അത് പൊതുജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. പാനൂർ താലൂക്ക് ആശുപത്രിയുടെ OP ബ്ലോക്ക് ചുമരും നിലത്തെ ടൈല് പൊട്ടിപ്പൊളിയുകയും ചുമര് പൂപ്പൽ പിടിച്ച് കിടക്കുകയായിരുന്നു. RC സംബന്ധമായ വിഷയം നിലനിൽക്കുന്നതിനാൽ സർക്കാർ ഫണ്ടുകളോ നഗരസഭ നീക്കിവെച്ച ഫണ്ടുകളോ വെച്ച് പ്രവൃത്തി ചെയ്യാൻ സാധിക്കാത്തത് ഒരുപാട് സമയങ്ങളിൽ വാർത്തകളിലൊക്കെ വന്നതാണ്. പുതിയ സംവിധാനം നിലവിൽ വന്നതിനു ശേഷം ഫണ്ടുകൾ വിനിയോഗിക്കുമ്പോൾ അതാത് സ്ഥാപനങ്ങളുടെ ആസ്തി സംബന്ധമായ കാര്യങ്ങൾ പ്രൈസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതുകൊണ്ട് തന്നെ പലപ്പോഴും പദ്ധതിയിൽ ഫണ്ട് വെച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന സർക്കാരിന്റെ സാങ്കേതിക നൂലാമാലകളിൽപ്പെട്ട് പലപ്പോഴും തിരിച്ചു വരാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ പലപ്പോഴായി സർക്കാരിനോട് ഈ ആശുപത്രിയുടെ ആസ്തി സംബന്ധമായ വിഷയങ്ങളിൽ തീരുമാനം അറിയിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വ്യക്തമായൊരു മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നാളിതുവരെയായി ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ HMC യോഗത്തിൽ DMOയും ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള ആളുകൾ, HMC അംഗങ്ങൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ 2024 ഡിസംബറിൽ ചേർന്ന ആ യോഗത്തിൽ ആസ്തി സംബന്ധമായ വിഷയങ്ങളിലുള്ള സാങ്കേതികത്വം നീക്കിത്തരാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതായിരുന്നു. പക്ഷേ അത് ഇതുവരെയായി നടന്നിട്ടില്ല എന്നതാണ് വസ്തുത. എന്നിരിക്കെ ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന സാധാരണക്കാരന്റെ ഒരു ആശ്രയ കേന്ദ്രം എന്ന നിലക്ക് ഈ താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കേണ്ടത് ബാധ്യതയാണ് എന്ന് പലപ്പോഴും ഒരു ചെയർമാൻ എന്ന നിലക്ക് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനിയിപ്പം സർക്കാരിന്റെ ഫണ്ടായാലും മറ്റു ഫണ്ടുകൾ ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത് ഏറ്റെടുത്ത് അതിന്റെ പ്രവൃത്തി നടത്തും എന്ന് കൌൺസിലിനടക്കം പറഞ്ഞതാണ്. ആ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഹി മുണ്ടോക്കിൽ പൂകൃഷിക്ക് തുടക്കമായി. ചെണ്ടുമല്ലി, വാടാമല്ലി എന്നിവ ഉൾപ്പെടെ 6 വ്യത്യസ്ത ഇനങ്ങളിലായി 3000-ഓളം തൈകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ചെണ്ടുമല്ലി, വാടാമല്ലി എന്നിവ ഉൾപ്പെടെ 6 വ്യത്യസ്ത ഇനങ്ങളിലായി 3000-ഓളം തൈകളാണ് ഇവിടെ നട്ടിരിക്കുന്നത്.
എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ 11 വരെയും കർഷക സംഘം ഭാരവാഹികൾ പൂന്തോട്ടം പരിപാലിക്കാനായി ഇവിടെ എത്തിച്ചേരും. പ്രവാസി വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ജിനോസ് ബഷീറാണ് പൂക്കൃഷി നടത്തിപ്പിനായി സ്ഥലം നൽകിയത്. മായിക്കകത്ത് കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ സ്ഥലലഭ്യത കുറഞ്ഞ മാഹിയിൽ നിരവധിയാർന്ന കൃഷികൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓണത്തിന് പൂക്കൃഷിയും, വിഷുവിന് വെള്ളരിയും, ശീതകാലത്ത് ശീതകാല പച്ചക്കറിയും, അതോടൊപ്പം മറ്റ് ചീര ഉൾപ്പെടെയുള്ള നിരവധിയാർന്ന കൃഷികൾ മായിക്കകത്ത് ലഭിക്കുന്ന തൊണ്ടുഭൂമികളിൽ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. മാഹി മുണ്ടോക്കിനകത്ത് ഓടത്തനഗർ റോഡിൽ നേരത്തെ റെഡ് ചില്ലി വലിയ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് അത് മാഹി ചില്ലീസ് എന്ന പേരിൽ വിപണനം ചെയ്യുന്നതിന് വേണ്ടി, പൊടിയാക്കി വിപണനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3ാമത്തെ വർഷമാണ് പൂക്കൃഷി എന്ന രീതിയിൽ നമ്മൾ ഓണത്തിന് പൂക്കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മുണ്ടോക്കിൽ ഒരു 10-17 സെൻറ്റ് സ്ഥലത്താണ് നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് വിപുലമായി വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഇപ്പോൾ മുണ്ടോക്ക് ഓടത്തനഗർ റോഡിൽ പ്രവാസിയായിട്ടുള്ള ജിനോസിൻ്റെ സഹായത്തോടു കൂടി കിട്ടിയിട്ടുള്ള സ്ഥലത്ത് 6 വ്യത്യസ്ത ഇനത്തിലുള്ള പൂക്കളാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. ചെണ്ടുമല്ലി തന്നെ 2 കളറിലും വാടാമല്ലി വ്യത്യസ്തമായ 4 കളറിലുമാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഏകദേശം 3000-ഓളം തൈകളാണ് നമ്മൾ ഈ പ്രദേശത്ത് വെച്ചുപിടിപ്പിച്ചത്. കർഷക സംഘം മാഹി വില്ലേജ് സെക്രട്ടറി CT വിജീഷ്, പ്രസിഡന്റ് മനോജ് പുത്തലം, ട്രഷറർ റെജിൽ, നൌഷാദ് KP, CT സുധീഷ്, P റഷീദ, ജിജിൻ ജോസ്, വസന്ത തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക സംഘം സജീവമായി രംഗത്തുണ്ടെങ്കിലും കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ സഹായമൊന്നും ലഭിക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മാഹി കൃഷിഭവന്റെ സഹായം ശരിയായ രീതിയിൽ മാഹിയിൽ ഇത്രയേറെ കാർഷിക രംഗത്ത് ഇടപെടുന്ന കർഷക സംഘത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പല കൃഷിയെ കാർഷിക രംഗത്തെ ഇഷ്ടപ്പെടുന്ന, സഹായിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ കർഷക സംഘം മാഹി വില്ലേജ് കമ്മിറ്റി ഇത്തരത്തിൽ കാർഷിക രംഗത്ത് ഇടപെട്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. പ്രൊഫഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാനൂർ ഫൈറ്റേഴ്സ് അക്കാദമിയിൽ പ്രോ ബോക്സിംഗ് ക്യാമ്പ് നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 50ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. പ്രൊഫഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ പ്രോ ബോക്സിംഗ് ക്യാമ്പ് പാനൂർ ഫൈറ്റേഴ്സ് കരാത്തെ അക്കാദമിയിൽ നടന്നു. ക്യാമ്പ് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബോക്സിംഗിന്റെ പ്രാഥമിക പരിശീലനം കാര്യങ്ങളുമെല്ലാം നടത്തുന്നതിന് ഒരു കേന്ദ്രം മാത്രമാണ് ഇന്ന് നമ്മുടെ ജില്ലയിൽ ഉള്ളത്. ക്ലബ്ബുകൾ എണ്ണം തീരെ കുറവാണ്. ക്ലബ്ബുകളും ഇങ്ങനെയുള്ള പരിശീലനത്തിന്, മാർഷ്യൽ ആർട്സിലെ ബോക്സിംഗ് വിധം പരിശീലിപ്പിക്കാൻ വേണ്ടത്ര താല്പര്യപ്പെടുന്നില്ല. വളരെ അപൂർവം നഗരത്തോട് ചേർന്ന് 1-2 ക്ലബ്ബുകളും കുറച്ച് കുട്ടികളും പരിശീലകരുമായി ഒരു ചെറിയ വട്ടത്തിൽ മാത്രമാണ് അവരുടെ പ്രവർത്തനം. ഞാൻ അന്നും സൂചിപ്പിക്കുകയുണ്ടായി, ഇത് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിലോ കോളേജുകളിൽ നിന്നോ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ, ഒരു ചെറിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്താൽ കോളേജിലെ കുട്ടികൾക്ക് കൂടുതൽ അവസരം ലഭിക്കും. നമുക്കിപ്പോൾ ഇവിടെ 2 കോളേജുകൾ ഔദ്യോഗികമായി തന്നെ ഉണ്ട്. ഒന്ന് NM കോളേജുണ്ട്, രണ്ടാമത് തലശ്ശേരി കോളേജുണ്ട്. ഈ 2 കോളേജുകളിൽ നിന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രദർശനവും പിന്നീട് അവർ കുട്ടികളെ സെലക്ട് ചെയ്ത് പരിശീലനം കൊടുക്കുക. ആവശ്യമായ പരിശീലകരുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണൂർ ജില്ലയുടെ ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ടെക്നിക്കൽ ഡയറക്ടർ ആദം C. യൂസഫ് അധ്യക്ഷത വഹിച്ചു. പ്രൊഫഷണൽ ബോക്സിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോയ് ജോർജ് മുഖ്യാതിഥിയായി. ജനറൽ സെക്രട്ടറി P. ലിജിൻ, സെൻസായി M. പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു. സൗത്ത് ഏഷ്യൻ കരാത്തെ ഷോട്ടോക്കാൻ മുഖ്യ പരിശീലകൻ ക്യോഷി KP ബാലൻ മാസ്റ്റർ സ്വാഗതവും ആശിഷ് നന്ദിയും പറഞ്ഞു. 50ഓളം കുട്ടികൾ ബോക്സിംഗ് ക്യാമ്പിൽ പങ്കെടുത്തു. ആഗസ്റ്റ് 23-ന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന തൊഴിൽ മേളയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം പാനൂർ UP സ്കൂളിൽ നടന്നു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും
എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ സഹകരണത്തോടെ ഓഗസ്റ്റ് 23-ന് പാനൂർ UP സ്കൂളിൽ നടത്തുന്ന തൊഴിൽമേളയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു. പാനൂർ UP സ്കൂളിൽ നടന്ന യോഗത്തിൽ KP മോഹനൻ MLA അധ്യക്ഷനായി. നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനികളും അതുപോലെയുള്ള ഒക്കെ തന്നെ ഇവിടെ വരികയാണ്. ആ കമ്പനികൾക്ക് എങ്ങനെ അവർ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നത് ഓരോരുത്തരെയും പരിശോധിച്ചുകൊണ്ട് അവരതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകും. അവർക്ക് അന്ന് തന്നെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന രൂപത്തിലേക്ക് വരും എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ദിനേശ് സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂരും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തൊക്കെ തന്നെ നടന്നപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരും. അപ്പോൾ തൊഴിൽ ദാതാക്കളായിട്ടുള്ള കമ്പനികളും ഇതൊക്കെ തന്നെ ഇവിടെ വരികയാണ്. 22ഓളം കമ്പനികൾ വരുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ സൈന്യമായിട്ട് ഓരോ റൂമിലും നമുക്ക് പരിപാടി മേലെയാണ് നടക്കുക. നമുക്ക് ഓരോ മുറിയിലും അവരിരുന്നിട്ട് ആളുകൾ കമ്പനിയുടെ ആളുകളൊക്കെ തന്നെ ഇരുന്ന് ഓരോരുത്തരെയും ഇൻ്റർവ്യൂ ചെയ്ത് അന്ന് തന്നെ അവർക്ക് വേണ്ട കത്തും കാര്യങ്ങളും കൊടുക്കുക. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ C രാജീവൻ, NB ഷിനിജ, സക്കീന തെക്കയിൽ, K ലത, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ A അബ്ദുൾ റഹീം, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ PP പ്രയാഗ് എന്നിവർ സംസാരിച്ചു. ജ്യോതിസ് കോർഡിനേറ്റർ ദിനേശൻ മഠത്തിൽ സ്വാഗതവും KP രമേശ് ബാബു നന്ദിയും പറഞ്ഞു. കേരളത്തിലെ 20-ലധികം സ്ഥാപനങ്ങൾ തൊഴിൽദാതാക്കളായി മേളയിൽ പങ്കെടുക്കും. വിദ്യാഭ്യാസ യോഗ്യതയോ പ്രായപരിധിയോ ഇല്ലാതെ തൊഴിൽ രഹിതരായവർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരമാണ് മേളയിൽ ഒരുക്കുന്നത്. ഭാരവാഹികളായി KP മോഹനൻ MLA ചെയർമാനായും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരെ വൈസ് ചെയർമാൻമാരായും ജനറൽ കൺവീനറായി A അബ്ദുൾ റഹീമിനെയും സബ് കമ്മിറ്റികളിൽ KK സജീവ് കുമാർ, E സുരേഷ് ബാബു, PK ഇബ്രാഹിം ഹാജി, ഡോക്ടർ MK മധുസൂദനൻ, KP ഹാഷിം, ദിനേശൻ മഠത്തിൽ, PK പ്രവീൺ, KK സുധീർ കുമാർ എന്നിവരെയും ചെയർമാൻമാരായി തെരഞ്ഞെടുത്തു. കണ്ണൂർ എയർപോർട്ട് റോഡ് വികസനത്തിന്റെ പേരിൽ പൊതുജനങ്ങളെ കുടിയിറക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പൂക്കോം മുസ്ലിം LP സ്കൂളിൽ മുസ്ലിം ലീഗ് കൂത്തുമർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ സംഗമം നടത്തി. മുൻ MLA പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങത്തൂർ മട്ടന്നൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഗൂഢലക്ഷ്യമാണെന്നും റോഡ് കടന്നുപോകുന്ന വഴികളിൽ തങ്ങൾക്ക് താൽപ്പര്യമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കിയും പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയും പാവങ്ങളെ കുടിയിറക്കാൻ അധികാരികൾ ശ്രമിച്ചാൽ ഇരകൾക്കൊപ്പം ഏതറ്റം വരെയും പാർട്ടി ഉണ്ടാവുമെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. കേരളം നിങ്ങളുടെ തറവാട്ടുവകയാണ് എന്നാരും ധരിക്കുന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അനുവദിക്കില്ല. ഏതറ്റം വരെയും പൊരുത്തും പോരാടും. സംശയമൊന്നും വേണ്ട. പറഞ്ഞുകൊണ്ട് എന്തും കളിക്കാറുണ്ട്. നിങ്ങൾ ഏത് വികസനം ഇവിടെ ഉണ്ടാക്കിയത്? കണ്ണൂർ എയർപോർട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ വരുമ്പോ കണ്ണൂർ എയർപോർട്ട് വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? അതിനെതിരെ നിരന്തരമായി സമരം ചെയ്ത ആളുകൾ. ഇപ്പൊ എയർപോർട്ടിന്റെ അവസ്ഥ എന്താ? അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ചെറുവിരൽ ഇറക്കാൻ ആ എയർപോർട്ട് വലിയ നഷ്ടത്തിലാണ്. ഒരു എയർപോർട്ട് ഒരു ദുബായ് പോക്കും ഖത്തറിൽ പോക്കും മാത്രമല്ല, എയർപോർട്ട് വരുന്നതോടെ അവിടെ നമുക്ക് ഒരു രാജ്യാന്തര മാർക്കറ്റ് തുറക്കും. കാർഗോ വഴി നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ, നമ്മുടെ കാർഷികോൽപ്പന്നങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേൾഡിലെ ലോക മാർക്കറ്റിലേക്ക് എത്തിക്കാൻ എളുപ്പം സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാനൊക്കെ വലിയ വികസനമൊക്കെ വരും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? ആ എയർപോർട്ടിൽ വരുമ്പോൾ സമരം നിരന്തരമായി ചെയ്ത ആളുകൾ. നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളാ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അവിടെ പോയ ഒരു മനുഷ്യ പോലെ എയർപോർട്ടിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PPA സലാം അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TP മുസ്തഫ, നഗരസഭ മുൻ ചെയർമാൻ B നാസർ മാസ്റ്റർ, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ്, ആക്ഷൻ കമ്മിറ്റി കൺവീനർ PV മുഹമ്മദ്, DCC സെക്രട്ടറി K രമേശൻ, പെരിങ്ങത്തൂർ മഹല്ല് ജനറൽ സെക്രട്ടറി കൂടത്തിൽ സിദ്ദിഖ്, ഡോക്ടർ NA മുഹമ്മദ് റഫീഖ്, T മഹറൂഫ്, EM ബഷീർ, M ഗഫൂർ, നൌഷാദ് അണിയാരം, ബഷീർ ആബോലം, അഷ്റഫ് പൂക്കോം എന്നിവർ സംസാരിച്ചു. കുറ്റ്യാടി പെരിങ്ങത്തൂർ മട്ടന്നൂർ വിമാനത്താവള റോഡ് എന്നായിരുന്നു പരിസ്ഥിതി ആഘാത പഠനഘട്ടത്തിൽ അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെ കുറ്റ്യാടിയെ പൂർണ്ണമായും ഒഴിവാക്കി പെരിങ്ങത്തൂർ മട്ടന്നൂർ എയർപോർട്ട് എന്ന പേരിൽ പുനർനാമകരണം നടത്തിയാണ് റോഡ് വികസനവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. റോഡ് വികസനം വരുന്നതോടെ വീടും സ്ഥലവും വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് ആസ്തികളും നഷ്ടപ്പെടുന്ന ഇരകൾക്ക് നാമമാത്രമായ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ച് ഇരകളെ വഞ്ചിച്ച് റോഡ് വികസനവുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാരെന്നും ഇവർ പറഞ്ഞു.
സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നാടൻപാട്ട് മേഖലയിലെ കലാകാരന്മാർക്ക് പ്രശസ്ത നാടൻ പാട്ടുകലാകാരൻ കണ്ണൂർ അത്താഴക്കുന്നിലെ ഷാജു പനേന്റെ സ്മരണാർത്ഥം നൽകുന്ന വാമൊഴി പുരസ്കാരം 2025 അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂരിൽ സ്ഥിരതാമസമാക്കിയ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ആഗസ്റ്റ് 20 അപേക്ഷ നൽകണമെന്ന് കണ്ണൂർ ജില്ലയിലെ നാട്ടുകലാകാര കൂട്ടത്തിന്റെ ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9847743043, 8848438273, 8606512129 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ.
വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. നാടൻ രുചി വിഭവങ്ങളുടെ മേള ഒരുക്കി പാലിയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. തക്കാരം എന്ന പേരിലാണ് നാടൻ ഭക്ഷ്യമേള ഒരുക്കിയത്. കുട്ടികളിൽ ആരോഗ്യകരമായ ഒരു ഭക്ഷ്യ സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കൂളിൽ പോഷക സമൃദ്ധമായ നാടൻ ഭക്ഷ്യമേള ഒരുക്കിയത്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും മേളയുടെ ഭാഗമായി. ഇലക്കറികൾ, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ചക്ക എന്നിവ ഉപയോഗിച്ചുള്ള വ്യത്യസ്ത വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ കൊണ്ടുവന്നത്. മില്ലറ്റ് കേക്ക്, മില്ലറ്റും ചക്കയും ഉപയോഗിച്ചുള്ള കുമ്പിളപ്പം, ബനാന മില്ലറ്റ് കേക്ക്, കർക്കിടക കഞ്ഞി, ചക്കക്കുരു കട്ട്ലേറ്റ്, കല്ലുമ്മക്കായി തുടങ്ങി 125ലധികം വിഭവങ്ങൾ. മില്ലറ്റ് പോലുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണങ്ങളും മേളയിൽ സ്ഥാനം പിടിച്ചു. ഓരോന്നിന്റെയും രുചിഭേദങ്ങൾ അറിയാനുള്ള അവസരം കൂടിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഈ മേള. ഇപ്പോൾ ഈ സ്കൂളിൽ തക്കാരം എന്ന പരിപാടിയിലൂടെ നമ്മൾ വിവിധ തരത്തിലുള്ള പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഇവിടെ എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും ഫുഡ് ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്താ പറയുക, എപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്കെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫാസ്റ്റ് ഫുഡിലേക്ക് പോകില്ലായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല ഫുഡുള്ള സ്ഥിതിക്ക് ഞാൻ ഫാസ്റ്റ് ഫുഡിലേക്ക് പോകില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഇങ്ങനത്തെ ഉണ്ടാക്കാൻ വേണ്ടി അമ്മേനെ സഹായിക്കുകയും ഇങ്ങനത്തെ ഫുഡിലേക്ക് ഏർപ്പെടാനും ശ്രമിക്കും. പോഷക സമൃദ്ധമായ ആഹാരം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെ നമ്മളിപ്പോൾ കൗമാര കാലഘട്ടത്തിലാണ് എല്ലാ കുട്ടികളും ഉള്ളത്. അപ്പോൾ കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അതിൻ്റെ കൗമാര കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് കുട്ടികളിൽ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പിന്നെ കൗമാര കാലത്തിൽ നമ്മൾ ഭക്ഷിക്കുന്ന ആഹാരത്തിന് ഊർജ്ജമനുസരിച്ചായിരിക്കും നമ്മുടെ വാർദ്ധക്യത്തിൻ്റെ എന്താ പറയുക ഊർജ്ജവും പിന്നെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തിന്നത് ഇതിലും വിഭവം ഉണ്ടെന്ന്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ എൻ്റെ ക്ലാസ്സിലെ കുറേ ആൾ ഇങ്ങനെ ഉണ്ടാക്കി. മേളയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ CV പ്രസാദ് നിർവഹിച്ചു. ഫാസ്റ്റ് ഫുഡിന് പിന്നാലെ പോകുന്ന പുതുതലമുറയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികൾ എല്ലാവരും മേള ആവേശത്തോടെയാണ് ഏറ്റെടുത്തതെന്നും പ്രിൻസിപ്പൽ പ്രസാദും പ്രധാനാധ്യാപിക VP ലേയയും പറഞ്ഞു. ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഹൈസ്കൂളിലുള്ള വിദ്യാർത്ഥികൾ വ്യത്യസ്ത വിഭവങ്ങളുമായി സ്കൂളിലേക്ക് വരികയും അതിൻ്റെ ഒരു പ്രദർശനവുമാണ് ഇവിടെ നടക്കുന്നത്. പഴയ രീതിയിലേക്കുള്ള ഭക്ഷണ രീതിയുടെ തിരിച്ചുപോക്കാണ് ഇന്ന് നടക്കുന്നത്. ഇതിലേക്കുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു.
ഉച്ചഭക്ഷണം പോഷകസമൃദ്ധമാക്കുന്നതിൻ്റെ ഭാഗമായി പല പരിപാടികളും നമ്മളിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികളെ പുതിയ തലമുറ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെയാണ്. അവർക്ക് നാടൻ ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചത്. എല്ലാ വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഇതിലുണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് പലതരം വിഭവങ്ങൾ പരിചയപ്പെടാനുള്ള ഒരു അവസരമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ഏകതയുടെ അടിസ്ഥാനം ഭാരതീയ സംസ്കാരമാണെന്നും ഭാരതം സാംസ്കാരിക രാഷ്ട്രമാണെന്നും പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ഭാരതീയ വിചാര കേന്ദ്രം നടത്തിയ സംസ്ഥാന പഠന ശിബിരത്തിൽ വിശാല ഭാരതം പവിത്ര ഭാരതം എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. മാഹി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന പഠന ശിബിരം പ്രജ്ഞാപ്രവാഹ് അഖില ഭാരതീയ സംയോജകൻ ജെ നന്ദകുമാർ ദീപ പ്രോജ്വലനം നടത്തി. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം അത് കേവലം ഒരു ഭൗതികമായ ഒന്നായിരുന്നില്ല. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ സ്വത്വത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഈ ഭാരതത്തിൻ്റെ ഏകതയെയും അഖണ്ഡതയെയും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഏറ്റവും മൗലികവും ആധാരഭൂതവുമായ ഏകത്വത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് ഈ കാണുന്ന വൈവിധ്യങ്ങളൊക്കെ എന്ന സത്യത്തെ ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നത് സഞ്ജേട്ടൻ പറഞ്ഞു. ഈ ഡൈവേഴ്സിറ്റിയിൽ യൂണിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതിനപ്പുറത്തേക്ക് കടന്നിട്ട് ഈ കാണുന്ന ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏകത്വത്തിൻ്റെ മാനിഫെസ്റ്റേഷൻസാണ്. അന്തർലീനമായൊരു ഏകതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു സ്വാതന്ത്ര്യ സമരം. ആ ഏകത്വം ഭാരതത്തിൻ്റെ ഏകത്വത്തിലും കാണിക്കാൻ കഴിയണം. ഭാരതം ഒറ്റക്കെട്ടായി ഒന്നായി മുന്നോട്ട് നീങ്ങണം എന്ന് ചിന്തിച്ചവരായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. മുഗളാധിപത്യത്തിനെതിരെ പൊരുതാൻ, ഉയർത്തിപ്പിടിക്കുന്ന വാളായി മാറുവാൻ സിഖ് വംശത്തിന് തുടക്കം കുറിച്ച ഗുരുഗോവിന്ദ സിംഹൻ പഞ്ചപ്യാരെ എന്ന സമ്പ്രദായം തുടങ്ങി. നമ്മൾ അമൃത പാരമ്പര്യത്തെ തുടക്കം കുറിച്ച ഗുരുഗോവിന്ദ സിംഹൻ 1699 വൈശാഖി ദിനത്തിൽ, വൈശാഖി നമ്മുടെ വിഷു ദിനത്തിലാണ് ഈ സിഖ് പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഗുരുഗോവിന്ദ സിംഹൻ ദശമഗുരുവിന് മുമ്പ് സിഖുകാരില്ല, മൊത്തം ഹിന്ദുക്കൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ ഗുരുനാഥനായ ഗുരുനാനാക്ക് ദേവൻ, ഭഗവാൻ ഗുരുനാനാക്ക് ഹിന്ദുസ്ഥാൻ എന്ന് ഭാരതത്തെക്കുറിച്ച് വർണ്ണിച്ചത്. ഹിന്ദുസ്ഥാൻ ഇരിക്കട്ടെ, സിഖ് വംശത്തിന് തുടക്കം കുറിക്കാനുള്ള കാരണം ഭാരതത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്താൻ വേണ്ടിയിട്ടാണ്. ആ കഥ എല്ലാവർക്കും അറിയാം, ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ആദ്യത്തെ ആ 5 കൂട്ടുകാരെന്ന നിലയിൽ ഗുരുഗോവിന്ദ സിംഹൻ തെരഞ്ഞെടുത്ത ആളുകൾ എവിടെ നിന്നുള്ളവരായിരുന്നു എന്നറിയാമോ? കേവലം പഞ്ചാബിലുള്ളവരായിരുന്നോ? ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. പഞ്ചാബിൽ നിന്നുള്ള, ശരിക്കുള്ള പഞ്ചാബിൽ നിന്ന് അതിൽ ഗുരുഗോവിന്ദ സിംഹനെ ഉണ്ടായിരുന്നുള്ളൂ, 6-ാമൻ. ബാക്കി 5 പേരും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ CV ജയമണി അധ്യക്ഷയായി. ഡയറക്ടർ R സഞ്ജയൻ ആമുഖ ഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ ഭാസ്കരൻ കാരായി സംസാരിച്ചു. 2ാം സഭയിൽ ഭാരതീയ ദേശീയത, രാജ, നൈനികത, സാംസ്കാരിക പരിപ്രേക്ഷ്യം എന്ന വിഷയത്തിൽ BMS മുൻ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK സജിനാരായണൻ സംസാരിച്ചു. ഉപാധ്യക്ഷൻ ഡോക്ടർ N സന്തോഷ് കുമാർ അധ്യക്ഷനായി. ഏകാത്മക മാനവദർശം അടിസ്ഥാന സങ്കല്പങ്ങൾ എന്ന വിഷയത്തിൽ വാഴൂർ NSS കോളേജ് റിട്ടയർഡ് പ്രൊഫസർ B വിജയകുമാർ സംസാരിച്ചു. സെക്രട്ടറി ഡോക്ടർ CA ഗീത അധ്യക്ഷയായി. വികസിത ഭാരതം, ഏകാത്മ മാനവദർശനത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും നടന്നു. മുൻ അധ്യക്ഷൻ ഡോക്ടർ M മോഹൻദാസ്, കാര്യാധ്യക്ഷ ഡോക്ടർ S ഉമാദേവി, അധ്യക്ഷൻ ഡോക്ടർ CV ജയമണി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഉപാധ്യക്ഷൻ ഡോക്ടർ KP സോമരാജൻ മോഡറേറ്ററായി. ജനറൽ സെക്രട്ടറി KC സുധീർ ബാബു സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് K അശോകൻ നന്ദിയും പറഞ്ഞു. BMP ഹാർട്ട് ബീറ്റ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. നവരത്ന ഇൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നിയമസഭാ സ്പീക്കർ N ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി എരഞ്ഞോളിപ്പാലം ആഫ്റ്റർ കെയർ ഹോമിലെ അന്തേവാസിയുടെ തുടർ പഠനത്തിലുള്ള ധനസഹായവും സ്പീക്കർ കൈമാറി. BMP ഹാർട്ട് ബീറ്റ്സ് നടത്തുന്ന
സേവനങ്ങൾ ശ്ലാഘനീയമാണെന്ന് സ്പീക്കർ പറഞ്ഞു. ഹാർട്ട് ബീറ്റ്സ് പ്രസിഡന്റ് സലീം പാലിക്കണ്ടി അധ്യക്ഷനായി. മുനീസ് അറയിലകത്ത്, നൌഫൽ കോറോത്ത്, സിദ്ദീഖ് ചെറുവക്കര, MM അജയൻ, മുഹമ്മദ് അഫ്സൽ KP, അബ്ദുറസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശസ്ത സിനിമ സീരിയൽ താരം വിനോദ് കോവൂരിന്റെ വൺമാൻ ഷോയും അരങ്ങേറി. പങ്കെടുത്ത മോള് റുസിയ, മോളുടെ നിക്കാഹാണ്. മോളെ കുറിച്ച് പറയുമ്പോൾ ഞാനൊന്ന് പറയട്ടെ. എൻ്റെ മോള് ആദ്യമായിട്ട് എൻ്റെ ശ്രീവേദിയുടെ കൂടെ വിമാനത്തിൽ കയറി ദുബായിലേക്ക് ഒരു പരിപാടിക്ക്. എൻ്റെ കൂടെ ഇരിക്കുകയാണ് വിമാനത്തിൽ. എയർ ഹോസ്റ്റസ് വരുന്നുണ്ടപ്പോൾ എൻ്റെ മോള് ഇങ്ങനെ ആകർഷണത്തോടെ ഭയങ്കര ആശ്ചര്യത്തോടെ എയർ ഹോസ്റ്റസിനെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് എയർ ഹോസ്റ്റസ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കൗതുകത്തോടെ, ബാപ്പാ എനിക്ക് എയർ ഹോസ്റ്റസ് ആവാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറ്റായി എന്താ, അതിൻ്റെ പഠിത്തം പഠിക്കണോ, പഠിത്തം പഠിച്ചാൽ എനിക്കും ആവാം. ആ ദുബായിൽ പരിപാടി കഴിഞ്ഞ് വന്ന ഉടനെ ഓട് വാശി പിടിച്ച് എനിക്ക് ആ കോഴ്സിന് പോകണമെന്ന്. ഞാനാണ് കോഴ്സിന് കൊണ്ടാക്കിനെ, ഓളെ അച്ഛനല്ല. കോഴ്സിന് കൊണ്ടാക്കി, ഓളത് പാസ്സായി. ഇപ്പോഴും ഓട് പറക്കുക, എന്നും പറക്കില്ല. ഓരോ മോഹം തോന്നിക്കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പോൾ ഓടെ ആഗ്രഹം ഓട് പറക്കണം. ഓട് എയർ ഹോസ്റ്റസായിട്ടുള്ള ഫ്ലൈറ്റിൽ ഞാനും ഉമ്മയും കൂടി ഒരു ദിവസം കയറി വരണമെന്നാണ്. ഇന്ന് നടക്കാന്ന് പഠിച്ചോന്നറിയാം. എന്തായാലും ഒരു ദിവസം നടക്കിയിരിക്കും. ഓടെ ആഗ്രഹമല്ലേ. പാവാട വേണം, മേലാട വേണം, പാവാട വേണം, മേലാട വേണം, സഞ്ചാര പടകിലേക്ക് കാറ്റക്കരവേ ഉമ്മാന്റെ പൊരുളെ താഴെ പാവാട വേണം, മേലാട വേണം, സഞ്ചാര പടകിലേക്ക് കാറ്റക്കരവേ ഉമ്മാന്റെ പൊരുളെ താഴെ നമുക്ക്. നമ്മളെ മോളെ നിൽക്കാൻ കേട്ടോ. എല്ലാവരും ബിരിയാണി കഴിക്കാൻ പോവേ. അത് അംസങ്ങളിലൊക്കെ ബിരിയാണിയാ. കിതാബ് പഠിച്ച് ഉദ്യോഗം പഠിച്ച് സുൽത്താന്റെ മേൽ വരും. കിതാബ് പഠിച്ച് ഉദ്യോഗം പഠിച്ച് സുൽത്താന്റെ മേൽ വരും. അബുദാബിക്കാരൻ പുതുമണവാളൻ കായിലൊരുങ്ങി വരും. ഓ കിണിക്കുമ്പോ പറന്നു വരും. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീജാത്ത്, ശ്രീപാൽ എന്നിവരുടെ അമ്മയെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. വിവിധ മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും നൽകി. പ്രോഗ്രാം ജനറൽ കൺവീനർ പ്രസിൽ കുമാർ നന്ദി പറഞ്ഞു. തുടർന്ന് ഗാനമേളയും അരങ്ങേറി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 16ാം ഓർമ്മ ദിനത്തിൽ നാദാപുരത്ത് നടന്ന അനുസ്മരണ സംഗമം പ്രൗഢമായി. ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ നാദാപുരം ചാപ്റ്റർ സംഘടിപ്പിച്ച പരിപാടിയിൽ 5ാമത് ശിഹാബ് തങ്ങൾ സമഗ്ര സേവ പുരസ്കാരവും സമ്മാനിച്ചു. ഓർമ്മയിലെ തണൽമരം എന്ന പേരിൽ കല്ലാച്ചി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സൂപ്പി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു. അന്ന് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്ക് തങ്ങൾ സി അച്യുത മേനോനെ MP ആയിരുന്ന സി അച്യുത മേനോനെ വിളിച്ചു വരുത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്നുള്ള കാലത്ത് അടിയന്തരാവസ്ഥ വരെയുള്ള കാലത്ത് ഒരു മുന്നണിയായി പ്രവർത്തിച്ച അന്നത്തെ ഐക്യമുന്നണി സത്യത്തിൽ ഇന്നും ആ ഒരു മാനസികമായ ബന്ധം CPM-CPM-ഉമായി മാറിപ്പോയിട്ടില്ല. അത്രമാത്രം മാനസികമായ വൈകാരികമായ ബന്ധമുള്ള ഒരു മുന്നണിയായിരുന്നു ആ ഐക്യമുന്നണി.
ആ ബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന CPI മിക്കവാറും എല്ലാ ആളുകളും അത് കാത്തു സൂക്ഷിക്കുന്ന അക്കൂട്ടത്തിൽ MC നാരായണൻ നമ്പ്യാർ ഇന്നും അത് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒരു ചരിത്രം ചോദിച്ചു, നാദാപുരം മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചത്തുകൂടി മാത്രം പറയട്ടെ. ഞാൻ ചോദിച്ചു, നാദാപുരം മേഖലയിൽ കേരളത്തിലെ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് AK മുസ്തഫ ഉള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മൊത്തം സ്ഥലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ശതമാനാടിസ്ഥാനത്തിൽ ഈ ശതമാനം വെച്ച് പരിശോധിച്ചാൽ, ആനുപാതികം പരിശോധിച്ചാൽ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. മികച്ച പൊതുപ്രവർത്തകൻ MC നാരായണൻ നമ്പ്യാർക്കുള്ള പുരസ്കാരം സൂപ്പി നരിക്കാട്ടേരിയും കവയത്രി K സലീന ടീച്ചർക്കുള്ള പുരസ്കാരം നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V മുഹമ്മദ് അലിയും സമ്മാനിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ MK അഷ്റഫ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബംഗളത്ത് മുഹമ്മദ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. ദുബായ് KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് NK ഇബ്രാഹിം, ഖത്തർ KMCC നേതാവ് ജാഫർ തയ്യിൽ എന്നിവർ അവാർഡ് തുക കൈമാറി. AK മുസ്തഫ തിരൂരങ്ങാടി ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ കൺവീനർ CK നാസർ, മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി NK മൂസ, വൈസ് പ്രസിഡന്റ് MB സൂപ്പി, സെക്രട്ടറി MB ജാഫർ, സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രി, മണ്ടോടി ബഷീർ, E ഹാരിസ്, MC സുബൈർ, N നസീമ, CC ജാദിയേരി, ജാഫർ തുണ്ടിയിൽ, മജീദ് വാണിമേൽ, ഷംസു മഠത്തിൽ, ബഷീർ എടച്ചേരി, അറാഫത്ത് ചെറുമോത്ത്, മുഹമ്മദ് അലി തിനൂർ, ഫാത്തിമ കണ്ടിയിൽ, NC ഫൗസിയ സലീം, സക്കീന ഹൈദർ തുടങ്ങിയവർ സംസാരിച്ചു. കൊന്നത്ത് മൊയ്തു മാസ്റ്റർ പ്രാർത്ഥനാഗീതം ആലപിച്ചു. സെപ്റ്റംബർ 30 വരെ ഹരിത കേരളം മിഷൻ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ തുടക്കമായി. ലോക സൗഹൃദ ദിനത്തിൽ ചങ്ങാതിക്ക് ഒരു തൈ കൈമാറാം, നട്ട് പരിപാലിക്കാം എന്ന പദ്ധതിയുടെ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലിറ്റിൽ കൈറ്റ്സ്, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം എന്നീ സംഘടനയിലെ വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ അവരുടെ സുഹൃത്തുക്കൾക്ക് കൈമാറി. മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വാത്സൻ ഉദ്ഘാടനം ചെയ്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP യൂസഫ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP റഫീഖ്, പ്രിൻസിപ്പൽ K അനിൽകുമാർ, ഡെപ്യൂട്ടി പ്രധാനാധ്യാപകൻ KM ഉണ്ണി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മെറിൻ ജോസ്ന, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ റജുല, സ്റ്റാഫ് സെക്രട്ടറി P വിജിത്ത്, SRG കൺവീനർ KP സുലീഷ്, CPO MK രാജീവൻ എന്നിവർ സംസാരിച്ചു. സേവാഭാരതി കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ മലബാർ ക്യാൻസർ സെന്റർ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് തൊക്കിലങ്ങാടിയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം വിഭാഗ് സേവാ പ്രമുഖ് P പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയംസേവക സംഘ വിഭാഗ് സേവാ പ്രമുഖ് P പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി രക്ഷാധികാരി AP പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. C ഗംഗാധരൻ മാസ്റ്റർ, P ബിനോയ്, K സനീഷ്, T ഷജിത്ത്, മുരളീകൃഷ്ണ എന്നിവർ സംസാരിച്ചു. മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ ശ്വേത, സേവാഭാരതി വളണ്ടിയർമാരായ NK അനിൽകുമാർ, AK ബിജുല, പ്രീഷ, സുഹാസ്, KK ജബിഷ, OM സന്ധ്യ, ഷൈമ സത്യൻ എന്നിവർ നേതൃത്വം നൽകി. 42 പേർ രക്തദാന ക്യാമ്പിൽ പങ്കാളികളായി. പൊന്നം സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷിക നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച കവുങ്ങിൻ തേയുടെ ആദ്യ വിൽപ്പനയും ടിഷ്യൂ കൾച്ചർ പൊന്നം നേന്ത്രൻവാഴ കന്നിന്റെ 2ാം ഘട്ട സൗജന്യ വിതരണവും നടന്നു. ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപത്തെ കാർഷിക നഴ്സറിയിലാണ് പരിപാടി നടന്നത്. തലശ്ശേരി സഹകരണ ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘങ്ങളും പേര് തന്നെ പ്രാഥമിക കാർഷിക സഹകരണ സംഘം എന്നാണ്. പക്ഷേ കേരളത്തിലെ മിക്ക പ്രൈമറി അഗ്രികൾച്ചർ ബാങ്കുകൾ എന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടത്തുക എന്നതായിരുന്നു ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് വേറിട്ട നിലയിലേക്ക് കേരളത്തിലെ സഹകരണ മേഖലയിലെ ചില സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനിടയാക്കിയിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെൻറ് കാർഷിക മേഖലയിൽ സജീവമായിട്ട് ഇടപെടേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ഭക്ഷ്യസാധനങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസ്യതയോടുകൂടി വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ സാധിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ പ്രകടമായിട്ടുള്ള ഉണർവ് തന്നെ കേരളത്തിൽ കഴിഞ്ഞ
ഒരു 5-8 വർഷക്കാലമായി കാണാൻ സാധിക്കുന്നു. കേരളത്തിലെ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് തരിശുരഹിത കേരളം എന്നുള്ള കാഴ്ചപ്പാടാണ്. തരിശുരഹിത കേരളം എന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംയോജിത കൃഷിയിലൂടെ കേരളത്തിലെ 3.5 കോടി വരുന്ന മലയാളികൾക്ക് അത്യാവശ്യം ഭക്ഷ്യസാധനങ്ങളെല്ലാം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകണം എന്നാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ. നൂറുകണക്കിന് വരുന്ന സഹകരണ സ്ഥാപനങ്ങൾ പ്രാദേശികമായി ജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്നതും ജനങ്ങൾ ആശ്രയിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ബാങ്ക് പ്രസിഡന്റ് PV സന്തോഷ് അധ്യക്ഷനായി. കതിരൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ നദീറ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി M റീജ സ്വാഗതവും ബാങ്ക് ഡയറക്ടർ C ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പൊന്നം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ K പൊന്നം സ്മാരക പുരസ്കാരത്തിന് കവിതാ സമാഹാരം ക്ഷണിച്ചു. 2023-24 വർഷങ്ങളിൽ 1ാം പതിപ്പായി ഇറങ്ങിയ കവിതാ സമാഹാരങ്ങളുടെ 4 കോപ്പികൾ കൺവീനർ K പൊന്നം സ്മാരക സമിതി, പൊന്നം സർവീസ് സഹകരണ ബാങ്ക്, PO പൊന്നം, കണ്ണൂർ ജില്ല 670641, ഫോൺ 9745248567 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 15 മുൻപ് ലഭിക്കത്തക്ക വിധം അയക്കണം. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷൻ വാർഷിക സംഗമവും സ്കൂൾ മാനേജർ മമ്പറം P മാധവനെ ആദരിക്കലും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. കൂത്തുപറമ്പ് ACPയും പൂർവ്വ വിദ്യാർത്ഥിയുമായ KV പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ മമ്പറം P മാധവനെ ACP KV പ്രമോദ് പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. അദ്ദേഹം ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത്
പന്തക്കപ്പാറയിലാണ്. ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ ഒരു കുരുത്തക്കടി വെച്ച കുട്ടിയെ പുറത്താക്കിയപ്പോൾ ആ കുട്ടിയെ പിന്നെ കാണുന്നില്ല, പരിശേഷം വന്നു, മിസ്സിംഗ് ആയിട്ട് പരാതിയായിട്ട് വന്നു. അപ്പൊ ആ രീതിയിലാണ് ഇപ്പോഴത്തെ യുവതലമുറ, പുതിയ തലമുറയിലെ കുട്ടികൾ ഇങ്ങനെ വല്ലാത്ത രീതിയിലേക്കാണ് പല രീതിയിലകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അക്രമങ്ങളിലേക്കും പല കുറ്റകൃത്യങ്ങളിലൊക്കെ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു സാഹചര്യമാണ്. കാരണം ഒരുപക്ഷെ ഇന്നിപ്പോൾ റിട്ടയർ ചെയ്ത കൂടെ ഇരിക്കുന്ന ഭൂരിപക്ഷം അധ്യാപകർ ഒരുപക്ഷെ നിങ്ങൾ ഭാഗ്യം ലഭിച്ചവരാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അന്നത്തെ ഈ നമ്മുടെ സ്റ്റേഷൻ പരിധിയിലെ HM-മാരെയും പ്രിൻസിപ്പാൾമാരുടെയും PTA മാനേജ്മെന്റ് കമ്മിറ്റിയൊക്കെ മീറ്റിംഗ് വിളിച്ചപ്പോൾ അവരെല്ലാവരും വലിയൊരു ആശങ്കയാണ് പറയുന്നത്. കാരണം അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ വല്ലാത്ത രീതിയിൽ അക്രമവും അതുപോലെ തന്നെ മറ്റു പല ലഹരി വസ്തുക്കളടക്കം ഉപയോഗിച്ച് കുട്ടികൾ വല്ലാത്ത രീതിയിൽ വഴിതെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിലേക്ക് പെട്ടുപോകുന്ന ഒരു വർത്തമാന കാലത്തൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപകർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഇപ്പോൾ രക്ഷിതാക്കൾ വിളിച്ചപ്പോഴും രക്ഷിതാക്കൾ പലപ്പോഴും ഇന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന രീതിയിലെ കുട്ടികളെ സഹായിക്കുന്ന രീതിയിലാണ്. പണ്ടങ്ങനെയല്ല, തെറ്റ് ചെയ്തിരുന്നെങ്കിൽ രക്ഷിതാക്കളടക്കം കുട്ടികളെ ശിക്ഷിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് പല ഒറ്റപ്പെട്ട രക്ഷിതാക്കളെങ്കിലും കുട്ടികളെ അനുകൂലിക്കുകയും അല്ലെങ്കിൽ നേരെ അധ്യാപകർക്കെതിരെ, ഞാൻ ജോലി ചെയ്യുന്ന പല പോലീസ് സ്റ്റേഷൻ പരിധികളിലും കുട്ടികളെ അടിച്ചു എന്ന് ഞാൻ പോലീസ് സ്റ്റേഷൻ പരാതി വന്നിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇതൊക്കെയായിട്ട് പരാതി വന്നിട്ട് അസോസിയേഷൻ പ്രസിഡന്റ് CB ദിനേശ് ബാബു അധ്യക്ഷനായി. സ്കൂൾ മാനേജർ മമ്പറം P മാധവൻ മറുപടി പ്രസംഗം നടത്തി. C ചന്ദ്രൻ, VK മോഹൻദാസ്, SK വിനയൻ, A രജിത, സ്കൂൾ പ്രിൻസിപ്പൽ CB രാജേഷ്, പ്രധാനാധ്യാപകൻ C ശിവദാസൻ, TK അശോകൻ, ഹരിദാസ് മൊഗേരി എന്നിവർ സംസാരിച്ചു. നവാഗതരായ KP വിശ്വംഭരൻ, K അനൂപ് എന്നിവരെ സ്വീകരിച്ചു. സെക്രട്ടറി V സഹദേവൻ സ്വാഗതം പറഞ്ഞു. സൗത്ത് കണ്ണംവള്ളി KK അനൂപ് കുമാർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ആദര സായാഹ്നം ബാലസാഹിത്യകാരൻ രാജു കാട്ടുപനം ഉദ്ഘാടനം ചെയ്തു. MBBS, CA, LSS, USS, SSLC, +2 ഉന്നത വിജയികളെയാണ് ആദരിച്ചത്. ആദര സായാഹ്നം ബാലസാഹിത്യകാരൻ രാജു കാട്ടുപനം ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം നേടിയ പ്രതിഭാശാലികളായ കൂട്ടുകാരെ, ഈ പ്രദേശത്തിൻ്റെ അഭിമാന താരങ്ങളായി വളർന്നിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഈ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം സ്വന്തമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റേത് മാത്രമല്ല, നമ്മുടെ നാടിൻ്റേത് കൂടിയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലെ വിവിധങ്ങളായ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പരിണിതഫലമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാശാലികൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. പാനൂർ നഗരസഭ 11ാം വാർഡ് കൗൺസിലർ ഷീബ കണ്ണമ്പ്രത്ത് അധ്യക്ഷയായി. ഫ്രണ്ട്സ് വായനശാല സെക്രട്ടറി G മുകുന്ദൻ, മഹാത്മാ വായനശാല സെക്രട്ടറി VP സജീവൻ, KP രാജൻ, ഷിമിത് കല്ലുമ്മൽ എന്നിവർ സംസാരിച്ചു. അനൂപ് കുമാറിന്റെ പേരിലുള്ള സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു പരിപാടിയാണിത്. നമുക്കറിയാം, ഏതൊരു സാംസ്കാരിക കേന്ദ്രങ്ങളും അപ്രദേശത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തി നേടേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പോൾ അങ്ങോട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കണ്ണംവള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. സംഗമം ചൊക്ലി ഗവൺമെന്റ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ A വത്സലൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണംവള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച പ്രതിഭകളെ അനുമോദിച്ചു. ചൊക്ലി ഗവൺമെന്റ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ A വത്സലൻ ഉദ്ഘാടനം ചെയ്തു. ചാർട്ടേഡ് അക്കൗണ്ടന്റായ മുഹമ്മദ് മിൻഹജ്, MBBS ബിരുദം നേടിയ ഡോക്ടർ കീർത്തന S കൃഷ്ണ, ഡോക്ടർ ദിയ രാജാറാം എന്നിവരെയും PhD ഹോൾഡർ അഹാന രാംദാസിനെയും NMMS ജേതാവ് ആര്യ അജയ് എന്നിവരെയും ഡോക്ടർ A വത്സലൻ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചില വായനശാലകളൊക്കെ വാർഷികാഘോഷത്തോടുകൂടി ഒരു കൊല്ലത്തെ പരിപാടി അവസാനിപ്പിക്കും.
നിരന്തരമായി സാംസ്കാരിക പരിപാടികൾ നടത്തുകയും ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേദികൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് വളരെ വിപുലമായ തോതിലുള്ള വാർഷിക പരിപാടികളും മറ്റും ഫ്രണ്ട്സ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നു. തീർച്ചയായും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായ ഒരു ചുവടുവെപ്പാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അധ്യക്ഷ പറഞ്ഞതുപോലെ 2 പുതിയ ഡോക്ടർമാർ കൂടി ഈ നാട്ടിൽ ഉയർന്നു വരുന്നു. നേരത്തെ തന്നെ ഈ നാട്ടുകാരായ വാർഡ് കൗൺസിലർ എ ഷീബ അധ്യക്ഷയായി. ജി മുകുന്ദൻ, വി പി സഞ്ജീവൻ, കെ കെ ഷിബിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിമാസ പാട്ടുകൂട്ടം പരിപാടിയിൽ 30ഓളം കലാകാരന്മാർ സംഗീത വിരുന്നൊരുക്കി. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. വായനശാല കമ്മിറ്റി അംഗം കെ എം ബാലൻ മാസ്റ്ററുടെ ദീപ വീട്ടുമുറ്റത്താണ് പരിപാടി നടന്നത്. പുസ്തക ചർച്ചയിൽ ഷിബിന ടീച്ചർ ബിനീഷ് പുതുപ്പണത്തിന്റെ പ്രേമനഗരം നോവൽ സദസ്സിനെ പരിചയപ്പെടുത്തി. വായനശാല പ്രസിഡന്റ് ടി കെ ഷാജി മാസ്റ്റർ മോഡറേറ്ററായി. വായനശാല സെക്രട്ടറി കെ പി അരുൺകുമാർ സ്വാഗതവും ബാലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കെ അച്യുതൻ, ബി ജയറാം എന്നിവർ പുസ്തകത്തെ അധികരിച്ച് സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തടവനുഭവിക്കുന്നവർ അകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ജയരാജൻ. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും പി ജയരാജൻ. അടൂരിനെ തള്ളി സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ. അദ്ദേഹത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയെന്നും സ്പീക്കർ. അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ച് കേരള സഹകരണ മന്ത്രി VN വാസവൻ. അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി. പാനൂർ താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ നിസ്സഹായരായപ്പോൾ ആശുപത്രിക്ക് സ്വന്തം ചിലവിൽ പുതുമോടി നൽകി പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.